ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. കടൽ ഏതൊരാളുടെയും ഓർമ്മയിൽ ഏറ്റവും നല്ല, ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും. ഏറ്റവും ഹൃദ്യമായ നിമിഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചത് ഒരുപക്ഷെ ഒരു കടലോരത്തിരുന്നിട്ടായിരിക്കാം. കടൽ കാണാനായിട്ട് ഭാഗ്യമില്ലാത്ത മനുഷ്യരുണ്ട്. മലമുകളിലൊക്കെ ജീവിക്കുന്ന, കിഴക്കൻ മേഖലകളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയ കാഴ്ചയായിട്ട് അവർ താല്പര്യപ്പെടുന്നതും ഈ കടലോരത്തെത്തുക എന്നുള്ളത് തന്നെ. വലിയ മെഡിറ്റേഷൻ്റെയൊക്കെ ഒരു സ്പേസ് ആയിട്ടൊക്കെയാണ് ഇത് ബുദ്ധപാരമ്പര്യങ്ങളൊക്കെ കരുതുന്നത്. വിശേഷിച്ചും ഇച്ഛാശക്തിക്കൊക്കെ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റുമ്പോൾ കടലിനെ നോക്കാനും ഓരോ തിരകൾ ഇങ്ങനെ അലിഞ്ഞു പോകുന്നതനുസരിച്ചിട്ട് മറ്റൊരു തീയിൽ അതിനേക്കാൾ ഭംഗിയായിട്ട് ഉയർന്നു പോകുന്നത് കൊണ്ട് ജീവിതത്തിന് തുടർച്ചയുണ്ടെന്നും ഒന്നും അവസാനിക്കില്ലെന്നും അവസാനം വരെ പോരാടേണ്ട ബാധ്യതയുണ്ടെന്നും ഒക്കെ ഓർമ്മിപ്പിക്കാനായിട്ട് ഈ കടലെന്ന സങ്കേതമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത്രയും മെഡിറ്റേഷനൊക്കെ ഉള്ള, അത്രയും കാൽപ്പനികത ഉള്ള ഒരിടത്തിൽ തന്നെയാണ് യേശു ആരംഭിക്കുന്നത് പോലും. യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടം കടലോരമാണെന്ന് മനസ്സിലാക്കാനായിട്ട് വെറുതെ സുവിശേഷം ഒന്ന് മറിച്ച് നോക്കിയാൽ മാത്രം മതി. അതൊരു വളരെ പൊളിറ്റിക്കൽ, ഇപ്പോഴും നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വളരെ കൃത്യമായൊരു ബോധത്തിൻ്റെ, ഒരു സാമൂഹ്യ ബോധത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു. എവിടെ ആയിരിക്കണമെന്നും ആരോടൊപ്പം ആയിരിക്കും എന്നുള്ള യേശുവിൻ്റെ ഒരു ചോയ്സിൻ്റെ ഭാഗമാണ്. കാരണം കടലോരം എന്ന് പറയുന്നത് നമുക്കറിയാം, ഭൂപടം എടുക്കുമ്പോൾ വിളുമ്പ, ഫ്രിഞ്ച് ഓഫ് ദി എർത്ത്. ഇപ്പോഴും എല്ലാത്തിൻ്റെയും വിളുമ്പായിട്ട് തന്നെയാണ് കടലോരം കരുതപ്പെടുന്നത്. ഒരു 2 മാസത്തിന് മുമ്പ് ഞങ്ങൾക്കൊക്കെ വളരെ അടുപ്പമുള്ള ഈ ചെല്ലാനത്തൊക്കെയുള്ള മനുഷ്യരുടെ ഭീതികൾ നിശ്ചയമായിട്ടും പല മാധ്യമങ്ങളോട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അദേശം ഉണ്ടാവില്ലെന്ന് പോലും ഇങ്ങനെ ഭയപ്പെട്ടു പോകുന്ന നിമിഷങ്ങളുണ്ട് ഇപ്പോൾ. ഇപ്പോൾ എല്ലാ ദുരന്തങ്ങളും ദുര്യോഗങ്ങളും ഒക്കെ ആദ്യം സംഭവിക്കുന്ന ഈ കടലോരത്താണ്. സ്വാഭാവികമായിട്ട് ക്രിസ്തു അവിടെ ആയിരിക്കണം, അവിടെ നിന്ന് ആരംഭിക്കണം. അവിടുത്തെ കട്ടമരങ്ങളിലിരുന്നു കൊണ്ടാണ് യേശു ഭൂമിയുടെ ഏറ്റവും നല്ല പാഠങ്ങൾ, ഏറ്റവും നല്ല ദൈവാനുഭവത്തിൻ്റെ ഒക്കെ കഥകൾ പറഞ്ഞു തന്നത്. അത്രയും പ്രിയപ്പെട്ട ആ കടൽ വെളിപാടിൻ്റെ പുസ്തകത്തിലെ ഒരു വരിയുമായിട്ടൊന്ന് കൂട്ടി വായിക്കാനായിട്ടാണ് നമ്മളൊന്ന് ശ്രമിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിച്ച് കേൾക്കുന്നു, ഇങ്ങനെ ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും കടലുണ്ടായിരിക്കില്ല. സ്വാഭാവികമായിട്ട് നമുക്കിഷ്ടമുള്ള ഒരു കടൽ അവിടെ ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കാം? നമുക്കറിയാം, വെളിപാടെന്ന് പറയുന്നത് ഇങ്ങനെ വളരെ റിച്ചായിട്ടുള്ള മെറ്റഫറുകളുടെ, ഇമേജറുകളുടെയൊക്കെ ഒരു പുസ്തകമാണ്. ഒരുപക്ഷെ ആ പുസ്തകത്തിൻ്റെ ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടച്ചു വയ്ക്കപ്പെട്ട, മുദ്ര ചെയ്യപ്പെട്ടിട്ടുള്ള ആ പ്രതീകങ്ങൾ കൊണ്ടാണ് ആ പുസ്തകം സമ്പന്നമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു യോഹന്നാൻ ഉദ്ദേശിച്ചെന്നും എന്താണ് യോഹന്നാൻ വെളിപ്പെട്ട് കിട്ടിയെന്നും ഒക്കെ ഉള്ളതിനെക്കുറിച്ച് 100% സാധുതയിലേക്ക് എത്തുക, 100% ഉറപ്പിലേക്ക് എത്തുക എന്നുള്ളതൊക്കെ അത് തീർച്ചയായിട്ടും നമ്മൾ ചെറിയ മനുഷ്യർക്ക് പറ്റുന്നൊരു കാര്യമല്ല. എന്നാലും വെളിപാടിൻ്റെ ആ ഒരു വരി മിക്കവാറും പേരെ മോഹിപ്പിക്കുന്നൊരു വരിയാണ്. ഇങ്ങനെ പുതിയ ജെറുസലേമിൽ, പുതിയ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ ഇടത്തിൽ കടലുണ്ടായിരിക്കില്ല. അതൊരു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുകൂടി ഉണ്ടാക്കുന്നൊരു വിചാരാവസ്ഥയിൽ. കാരണം സർവ്വസൃഷ്ടികളിലും ഇങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടെന്ന് പറഞ്ഞാണ് പൗലോസ് ക്രിസ്തു ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. എല്ലാ സൃഷ്ടികളും, ഹ്യൂമൻ കൈൻഡ് മാത്രമല്ല, ഈ മുഴുവൻ പ്രപഞ്ചവും ഈ പറഞ്ഞ രക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ അലമുറയിടെന്ന് പറയുന്നൊരു വാക്കാണ് വേദോസ് ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഇല്ലാതെ പോവുക, ഒരു കാര്യം തുടച്ചു മാറ്റപ്പെടുക എന്നൊക്കെ പറയുന്ന രക്ഷയുടെ ഒരു സൂചനയായിട്ട് മാറുന്നില്ല. ഒരു കാര്യം നവീകരിക്കപ്പെടുന്നതിനകത്താണ് രക്ഷ. ഒരു കാര്യം ഇല്ലാതെ ആകുക, തുടച്ചു മാറ്റപ്പെടുക, ഭൂപടത്തിൽ ഇനി ഇല്ലാതിരിക്കുക എന്നൊക്കെ പറയുന്നത് നിശ്ചയമായിട്ടും ആ ഒരു വസ്തുവിൻ്റെ ആ ഒരു കൺസെപ്റ്റിൻ്റെ രക്ഷയല്ല. അപ്പോൾ ഈ രക്ഷയുടെ ഈ പുതിയ ഭൂമിയിൽ എന്തുകൊണ്ടാണ് ഈ കടൽ രക്ഷിക്കപ്പെടാതെ പോയത്? നമുക്കതിനകത്ത് ഈ കവിതയുടെയൊക്കെ ഒരു കണ്ണാടി മാറ്റി വെച്ചിട്ട് നമ്മൾ നിശ്ചയമായിട്ടും അതിൻ്റെ ഒരു കൾച്ചർ പരിശോധിച്ചാൽ നല്ലതാണ്. വേദപുസ്തകം പൊടിക്കുന്ന ആ സെമിറ്റിക് കൾച്ചറുണ്ട്, ആ യഹൂദരുടെ ഒരു സാംസ്കാരിക ബോധവും കാവ്യലോകത്തിൻ്റെയും ഒക്കെ ഒരു ഇടത്തിൽ നിന്ന്, പരിസരത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ഇത്തരം വരികളെ കണ്ടെത്താനും വായിക്കാനും പറ്റുകയുള്ളൂ. യഹൂദരുടെ ഒരു വിശ്വാസത്തിലും വിചാരത്തിലും അവരൊരു സെൻസിബിലിറ്റിയിലുമൊക്കെ ഈ കടലെന്ന് പറയുന്നത് കുറേ അധികം പ്രശ്നങ്ങളുടെ ഇടമാണ്. കാരണം അവർ വല്ലാതെ ഭയപ്പെട്ടിരുന്ന ഒന്നായിരുന്നു കടൽ. പൊതുവെ
ഈ വൈശ്യരല്ലാത്തത് കൊണ്ട്, ഈ വർത്തകരല്ലാത്തത് കൊണ്ട് ഇവർ കടൽയാത്രകൾ ചെയ്യുന്നൊരു വംശമല്ല. ഇവർക്ക് കടലിനോട് വലിയ പേടിയുണ്ട്. ഇവരിങ്ങനെ കടലിലൂടെ നടന്ന് സഞ്ചാരമോ വ്യാപാരത്തിലൊന്നും ഏർപ്പെടുന്ന മനുഷ്യരല്ല. ആ അർത്ഥത്തിൽ ഭാരതീയരായ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. കാരണം ഇവിടെ നമുക്കൊരു ഓഷ്യൻ ടാബു ഉണ്ടായിരുന്നു. കടൽ കടക്കുക എന്ന് പറയുന്നത് ഈ ഭാരതത്തിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട്, ഹൈന്ദവ ഒരു സംസ്കാരമോ രീതി അനുസരിച്ചിട്ട് ഒരു വലിയ ടാബുവായിട്ട് വിലക്കി ഒന്നായിട്ട് ഗണിക്കപ്പെട്ടിരുന്നു. പല കാരണങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഒന്നിങ്ങനെ ദൈവങ്ങളുടെ ഒക്കെ ഒരു വാസസ്ഥലമായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് അതിനെ കുറുകെ കടന്ന് അതിനെ അശുദ്ധമാക്കാൻ നമുക്ക് അവകാശമില്ലെന്നും, പിന്നെ പൊതുവെ ഇത് ഈ പറഞ്ഞ ക്ഷേത്രവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മനുഷ്യർക്കായിരുന്നു കൂടുതൽ കൃത്യമായിട്ട് പാലിക്കേണ്ടി വന്നിരുന്നത്. കാരണം ദീർഘമായ സഞ്ചാരയാത്രകളിൽ അവർ ദൈനംദിന പ്രാർത്ഥനയും പൂജയൊക്കെ മുടങ്ങുന്നു എന്നുള്ള ഒരു ബോധത്തിൽ നിന്നായിരിക്കണം ഒരു പക്ഷേ വിലക്കിയിരിക്കുന്നത്. അനുമാനങ്ങൾ പലതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ കൾച്ചറിനകത്തും ഇങ്ങനെ ഒരുതരം കടലിനോടുള്ളൊരു ഭീതി ഉണ്ടാവണം. വിശേഷിച്ചും ഹെല്ലനിസ്റ്റിക് ഗ്രീക്ക് കൾച്ചറിനകത്തും ഈ കടലെന്ന് പറയുന്നത് ഇങ്ങനെ വല്ലാത്ത കൺഫ്യൂഷൻ്റെ ഇടമാണ്, വല്ലാത്ത കേവോസിൻ്റെ ഇടമാണ്, വല്ലാത്ത ഭയമുണർത്തുന്ന ഇടമാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ ഒരു പ്രാചീന മനസ്സിനകത്ത് നമുക്ക് നമ്മുടെ ഒരു കാൽപ്പനിക കാലത്ത് വർത്തമാനത്തിലൊക്കെ എത്ര ഭംഗിയായിട്ട് അനുഭവപ്പെട്ടാൽ പോലും ഈ കടൽ ഭയപ്പെടുത്തുന്ന ആ നിഗൂഢതകളുടെ ഒരിടമാണ്. പഴയമത്ത് തന്നെ ദാനിയേലിൻ്റെ പുസ്തകത്തിലൊക്കെ ഈ വ്യാളികളൊക്കെ ഈ പറയുന്ന കടലിനകത്താണ് അപ്പിറിയുന്നത്. എന്തിനാ ഈ പറഞ്ഞ വെളിപാടിൻ്റെ പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിച്ചു കേൾക്കുന്നു, ആ ഒരു ഭയപ്പെടുത്തുന്ന ജീവി കയറി വരുന്ന കടലിനകത്തുനിന്നാണ്. അങ്ങനെയൊക്കെ നമ്മൾ ചില പ്രതീകങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തരം ഭയങ്ങളുടെ ഇടമായിട്ട് കരുതപ്പെട്ടിരുന്ന ഒന്നായിരുന്നു ഈ കടലെന്ന് പറയുന്നത്. ഇങ്ങനെ കപ്പൽ ഛേദങ്ങൾ, യാത്ര പുറപ്പെട്ടവർ മടങ്ങി വരുന്നില്ല. നമുക്കറിയാം, പുതുനിയമത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു കൃത്യമായൊരു നിഴൽ കിടപ്പുണ്ട് ഈ പറഞ്ഞൊരു കൺസെപ്റ്റിൻ്റെ. യേശു ഒരാളിൽ നിന്ന് ആ തിന്മയുടെ ആത്മാവിനെ പുറത്താക്കിയ, അപ്പോൾ അയാളുടെ ഉള്ളിൽ ആ തിന്മയുടെ പ്രഹരശേഷി അത്രയും ശക്തമായതുകൊണ്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഒരു പന്നിക്കൂട്ടത്തിലേക്ക് ചെല്ലുകയും ആ പന്നിക്കൂട്ടം അലമുറയിട്ട് ഈ കിഴക്കാൻ തൂക്കായ പാറയിൽ നിന്ന് താഴോട്ട് ചാടി 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 കടലിലാണ് അതിൻ്റെ അന്ത്യം കണ്ടെത്തുന്നത്. അപ്പോൾ ആ തിന്മകൾക്ക് ഒളിക്കാനായിട്ടുള്ളൊരു ഇടമായിട്ടോ തിന്മകളുടെ ഒരു ആവാസം ഇടമൊക്കെ ആയിട്ട് ഈ കടൽ സങ്കല്പിക്കുക എന്ന് പറഞ്ഞ ഒരു അബോധത്തിലെ ഒരു വിചാരം ഇതിന് പിന്നിൽ നിശ്ചയമായിട്ടും ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഭയമുണർത്തുന്ന ഒന്ന് നിശ്ചയമായിട്ടും ആ പുതിയ സ്നേഹത്തിൻ്റെയും പുതിയ കരുണയുടെയും ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇത് കൂടാതെ വേറെയും പ്രശ്നമുണ്ട്. നമുക്കറിയാം, നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങളിൽ പെട്ടുപോയ ഒരു ജനത കൂടിയായിരുന്നു ഈ ജൂസ് എന്ന് പറയുന്നത്. അവരുടെ ആർക്ക് റൈവൽസൊക്കെ വന്നുകൊണ്ടിരുന്നത് ഈ കടലിലൂടെ സഞ്ചാരമാർഗം തേടിക്കൊണ്ട്, ഇൻക്ലൂഡിങ് ഈ ഫിലിസ്റ്റീൻസൊക്കെ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ അവർക്ക് ഭയപ്പെടേണ്ട, ആശങ്ക കൂടി കാണേണ്ട ഒരിടമായിട്ട് കടൽ മാറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഞാനൊരു പുസ്തകം വായിക്കുകയായിരുന്നു. അതിൻ്റെ ഗ്രന്ഥകർത്താവ് അമേരിക്കയിലെ ഫ്ലോറിഡ ഉള്ള ഒരാളാണ്. ഫ്ലോറിഡ വിശേഷിപ്പിക്കുന്നത് ലൈറ്റ്നിങ് ക്യാപിറ്റൽ ഓഫ് അമേരിക്ക എന്ന് പറയും. ഈ ഇടിമിന്നലിൻ്റെ തലസ്ഥാനമായിട്ട്, അമേരിക്കയുടെ തലസ്ഥാനമായിട്ട് കരുതപ്പെടുന്നത്. കാറ്റ് വീശുന്നു, നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ കടലിനകത്ത് ഇങ്ങനെ ഇടിമിന്നൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ പോലും ഒരു ഭയപ്പെടുത്തുന്ന ഒരിടമായിട്ട് കടൽ നിൽപ്പുണ്ട്. ചാവുകടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പായിട്ടുണ്ടാവും. തീയും ഗന്ധവും ഉറഞ്ഞുണ്ടായ കടലായിട്ടൊക്കെയാണ് യഹൂദ പാരമ്പര്യം ആ കടലിനെക്കുറിച്ച്. സ്വാഭാവികമായിട്ട് ആ ജീവൻ്റെ ഒരു മിന്നലാട്ടം അതിൻ്റെ പശ്ചാത്തലത്തിലില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് ഒരുപക്ഷെ കടൽ അത്ര പ്രിയപ്പെട്ട രൂപമായിട്ട്, ഭേദപ്പെട്ട രൂപമായിട്ട് അവരുടെ ബോധത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഇതിനൊക്കെ എക്സ്ട്രീം അതർ സൈഡിൽ നിൽക്കുന്നത് നദിയാണ്. നദി അവർക്ക് വളരെ ഹൃദ്യമായൊരു അനുഭവമായിട്ടാണ്. വിശേഷിച്ചും ദീർഘകാലം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയും മരുഭൂമിയിൽ ജീവിക്കുകയും ഒക്കെ ചെയ്തവർക്ക് ഈ നദിയെന്ന് പറയുന്നത് പ്ലാസിഡായ ആ ഒരു സമാധാനം നൽകുന്ന ഒരു അനുഭവമാണ്, ഏറ്റവും സ്വസ്ഥത നൽകുന്ന അനുഭവമാണ്. അതിന് കൃത്യമായിട്ട് ഒരു ഉറവിടമുണ്ട്, അതിൻ്റെ കല്ലോലങ്ങളുടെ ഒരു താളമുണ്ട്. മനുഷ്യർ വലിയ സമാധാനമൊക്കെ അനുഭവിക്കുന്നൊരിടമായിട്ട്, ഈ നമ്മളെ തകർക്കാത്ത ഒരു നീർച്ചാല, ഈ പറയുന്ന ജലരാശിയൊക്കെ ആയിട്ട് ഈ നദി കരുതപ്പെടുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം സങ്കീർത്തനം 46 ആണെന്നാണ് എൻ്റെ വിചാരം. അതിനകത്ത് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. കടൽ എന്തുമാത്രം നമ്മൾ ഉലക്കുന്നുവെന്നും ആ ഉലക്കുന്ന കടലിൻ്റെ പശ്ചാത്തലത്തിൽ നദി എന്തുമാത്രം തണുപ്പിക്കുന്ന അനുഭവമായിട്ട് നമ്മുടെ ഉള്ളിലൂടെ ഒഴുകുന്നുമൊക്കെയുള്ള ഒരു വിചാരം സങ്കീർത്തകൻ നമുക്ക് വെച്ച് നീട്ടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പുതിയ ലോകത്ത്, പുതിയ ഭൂമിയുടെയും പുതിയ ആകാശത്തിൻ്റെയും ഭൂമിയിൽ കടലിലെന്ന് മാത്രമേ പറയുന്നുള്ളൂ, അവിടെ ഒരു നദി ഒഴുകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കടൽ അതിൻ്റെ രക്ഷ കണ്ടെത്തുന്നത്
അത് ജ്ഞാനസ്നാനപ്പെടുന്നത് ഈ നദിയെന്ന് പറയുന്ന അനുഭവത്തിലൂടെ. ഏറ്റവും ശുദ്ധമായ ജലം, ഏറ്റവും തണുപ്പിക്കുന്ന ജലം, അലകളില്ലാത്ത ജലം, നമ്മുടെ ചെറിയ ജീവിതത്തെ ഉലക്കാത്ത ജലം. ആ അർത്ഥത്തിൽ കടലിൻ്റെ ജ്ഞാനസ്നാനമായിട്ട് വേണമെങ്കിൽ ഈ സ്വർഗീയ ജെറുസലേമിലെ നദിയെ കാണാമെന്ന് തോന്നുന്നു. നമ്മുടെയൊക്കെ ആ പാരമ്പര്യത്തിൽ ഈ കടൽ കടഞ്ഞ് അമൃതമെടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം പോലും ഇതിനകത്തുനിന്ന് ശുദ്ധജലം കണ്ടെത്തിയ ഒരു കഥയുടെ, ശുദ്ധജലം കണ്ടെത്തിയ ഒരു അനുഭവത്തിൻ്റെ ഏറ്റവും പഴക്കമുള്ളൊരു ഭംഗിയുള്ള വിശദീകരണമൊക്കെ ആയിട്ട് ഈ ചെറിയ ക്ലാസ്സുകളിൽ അധ്യാപകൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഈ കടൽ ജലത്തിൽ നിന്ന് ശുദ്ധജലം കണ്ടെത്തുന്നതിനേക്കാൾ വലിയ അമൃതം ഉള്ളത്. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളെ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് ആക്കുമ്പോൾ ഈ വചനം നമുക്ക് തരുന്ന പ്രതീക്ഷ എന്തൊക്കെയാണ്? ഒന്ന്, സ്വർഗീയ ജെറുസലേമിൽ നമ്മുടെ ഭയങ്ങൾക്ക് ഇനി അടിസ്ഥാനമില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കണക്ക് വലിയ ഭയങ്ങളുടെ ഇടമാണ് ഈ കടൽ. ഓരോ സെക്കൻഡും നമ്മൾ ജീവിതം ഇങ്ങനെ ഭയത്തിന് കപ്പം കൊടുത്താൽ ജീവിക്കുക. ആരോ ഇങ്ങനെ ഒരു മുടിനാരിൽ ഡെമോക്രസിൻ്റെ വാള് കണക്ക് എന്തൊക്കെയോ ഭീതികൾ നമ്മുടെ മീതെ എപ്പോഴും ഞാൻ കിടപ്പുണ്ട്. എനിക്കൊന്ന് മനുഷ്യനൊരു ബണ്ടിൽ ഓഫ് ഭയമാണ്. എന്തെങ്കിലുമൊക്കെ തരത്തിലൊരു ഭയം അനുഭവിക്കാത്ത, എന്തെങ്കിലുമൊക്കെ ഒരു ഫോബിയയിലൂടെ കടന്നു പോകാത്ത ആരെങ്കിലും ഒരാൾ നിങ്ങൾ ഇന്നോളം കണ്ടിട്ടുണ്ടാകുമോ? അപ്പോൾ ഒരു ഭീതിയുമില്ലാത്ത ഒരിടമുണ്ട്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നൊരു വാക്കായിട്ടാണ് നമ്മളതിനെ വായിച്ചെടുക്കുന്നത്, ഫിയർ നോട്ട്, നീ ഭയപ്പെടരുത്. അതിൻ്റെ ഒരു നമ്പറിങ്, അത് കൗണ്ട് ചെയ്തവർ പറയുന്നത് 365 പ്രാവശ്യം പറയുന്നത്. അത് ശരിയോ തെറ്റോ ആയാലും അത് തരുന്ന വലിയൊരു ആശ്വാസമുണ്ട്. ഓരോ പുലരിയിലും ഓരോ സന്ധ്യയിലും അവിടെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നീ ഭയപ്പെടരുത്. അപ്പോൾ ഒരു ഭയവും മനുഷ്യനെ കീഴ്പ്പെടുത്താത്ത, നമ്മൾ വലിയ അഭയം കണ്ടെത്തുന്ന ആ ഒരു ദേശത്ത് ഈ കടൽ നിശ്ചയമായിട്ട് മാഞ്ഞു പോകണം. പിന്നീട് ഈ പറയുന്ന കടലെന്ന് പറയുന്ന ഒരു സെപ്പറേഷൻ്റെ പ്രതീകമായിട്ട് വേദപുസ്തകത്തിൽ വരുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം ആരംഭത്തിൽ 4-ാം അധ്യായത്തിലൊക്കെ ഒരു കണ്ണാടി കടലിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടുത്തെ സിംഹാസനത്തിനും നമുക്കുമിടയിലായിട്ടൊരു കണ്ണാടി കടലുണ്ടെന്ന് പറഞ്ഞു. ആ കണ്ണാടി കടൽ ക്രോസ് ചെയ്ത് പോകുന്നത് 24 മൂപ്പന്മാരും 4 പ്രത്യേക ലിവിങ് ക്രീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഒരു പ്രത്യേകതരം ഒരു ജീവിതത്തെക്കുറിച്ചോ ജീവജാലത്തെക്കുറിച്ചൊക്കെ വേദപുസ്തകം പറയുന്നുണ്ട്. അവരും മാലാഖമാരും മാത്രമേ ഈ പറഞ്ഞ കണ്ണാടി കടൽ ക്രോസ് ചെയ്ത് പോകുന്നുള്ളൂ. എന്നാൽ 21-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഈ കടൽ മാഞ്ഞു പോവുകയാണ്. എന്തൊരാശ്വാസമാണിത്! ഒരിക്കലും നമുക്ക് ഒരു തരത്തിൽ സമീപിക്കാൻ പറ്റാത്ത ആ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലേക്ക് നമ്മൾക്ക് ഒരു തടസ്സങ്ങളും ഇല്ലാതെ ഇപ്പോൾ ചെല്ലാനായിട്ട് പറ്റും. ഒരേ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ആ മഹത്വത്തിൻ്റെ സിംഹാസനത്തിന് അരികെ ഈ കണ്ണാടി കടൽ പ്രതിഷ്ഠിച്ചിട്ട് ആ കടൽ ഉൾപ്പെടെയുള്ള മാഞ്ഞു പോകുമെന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മളെ കണക്ക് ഇടറിയും ബുദ്ധിമുട്ടിയും തകർന്നുമൊക്കെ ജീവിക്കുന്നവർക്ക് എന്തൊരു ആശ്വാസം തരുന്നത്. അവസാനമായിട്ട് ഇത് മാറ്റുന്ന ഒരു സെപ്പറേഷനുണ്ട്. നമുക്കറിയാം, മാനവരാശിയൊക്കെ ഒന്നായി മാറുന്ന ഒരു കാലമായിരുന്നു യേശുവിൻ്റെ ഏറ്റവും വലിയ സങ്കല്പം. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഞങ്ങളുടെ അപ്പ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചത്. അതിനകത്ത് വേറെ വിഭാഗങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തെയും ലോകത്തെയും പല കാരണങ്ങൾ കൊണ്ട് വിഭജിക്കപ്പെട്ടൊരു കാലമാണ്. ആ വിഭജിക്കപ്പെട്ട ഒരു കാലത്തിനകത്ത് മനുഷ്യൻ്റെ വിഭജനങ്ങളുടെയൊക്കെ ഏറ്റവും പഴക്കമുള്ള ഒരടയാളം എന്ന് പറയുന്ന കടലാണ്. വാസ്തവത്തിൽ നമ്മൾ ഈ പറയുന്ന ഭൂഖണ്ഡങ്ങൾ എങ്ങനെ ഉണ്ടായത്? കടലാണ് നിശ്ചയിച്ചത്. ഏത് ദേശത്ത് നിന്ന് അകന്ന് നിൽക്കണമെന്നും ഏത് ദേശത്തിൻ്റെ തീരത്ത് വരണമെന്നും ഒക്കെ നിശ്ചയിച്ചത് ഈ കടലാണ് വാസ്തവത്തിൽ. അപ്പോൾ ഭൂപടം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഒറ്റ ഭൂമിയായിട്ട്, ഒറ്റ നീലഗ്രഹമായിട്ട്, ഒറ്റ ഗ്ലോബായിട്ട് അനുഭവപ്പെടേണ്ടിയിരുന്ന ഈ ഭൂപടത്തിനകത്ത് ഈ പറയുന്ന വിഭാഗിതെന്ന് പറഞ്ഞ ഒന്നിൻ്റെ ഒരു കാര്യം അത് വളരെ നടപ്പ് രീതിയാണ്. അത് അത്രയും മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ ആരംഭം തൊട്ടുള്ളതാണെന്നൊക്കെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു കടലുണ്ടായിരുന്നു. എല്ലാത്തരം സെപ്പറേഷൻസും ഇല്ലാതെയാകുന്ന ഒരിടത്തെയല്ലേ നമ്മൾ സ്വർഗം എന്നൊക്കെ വിളിക്കേണ്ടത്. അവിടെ നിശ്ചയമായിട്ടും കടലുണ്ടാകാൻ പാടില്ല. അവിടെ ഈ പറയുന്ന ഒരു നദി ഉണ്ടാവും. അതിൻ്റെ തീരങ്ങളിലിരുന്ന് നമ്മളിങ്ങനെ മാനവികതയുടെയും ഈശ്വരൻ്റെയും ഒക്കെ വലിയ സ്തോത്രഗീതങ്ങൾ നിശ്ചയമായിട്ടും പാടും. പിന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒലയിച്ച് കളയുന്ന ഒന്നാ കടൽ. ഞാൻ കണ്ടിട്ടുണ്ട് ഈ കട്ടമരം കണക്ക് ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ നെടുകെ കീറിപ്പോയ മനുഷ്യർ, അവർക്കുമൊക്കെ ഉള്ള ഒരു സാന്ത്വന വചനം കൂടിയാണ് അവൻ്റെ ദേശത്ത് കടലുണ്ടായിരിക്കില്ല. കണ്ട വചനങ്ങളെ നമുക്ക് ഒന്ന് വളരെ വേഗത്തിൽ ക്രോഡീകരിക്കാം. നമുക്ക് ഏറ്റവും ഹൃദ്യമായൊരു ഓർമ്മ, യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടൊരിടം, ഇതൊക്കെയാണ് കടല. എന്നിട്ട് പോലും വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആ പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും കടലുണ്ടായിരിക്കില്ല. സ്വാഭാവികമായിട്ട് അതിൻ്റെ കടലിൻ്റെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ
നമ്മൾ കണ്ടെത്തേണ്ട ചില പശ്ചാത്തലമുണ്ട്. എന്തുകൊണ്ടാണ് ഈ കടലുണ്ടാവില്ലെന്ന് പറയാൻ കാരണം അത് യഹൂദരുടെ ബോധത്തിനകത്ത് അത്ര പ്രിയപ്പെട്ടൊരിടമായിരുന്നില്ല. സ്വാഭാവികമായിട്ട് അത് ശുദ്ധീകരിക്കപ്പെടുന്നു, നദിയായിട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു എന്നൊക്കെ നമ്മുടെ ഇത്തിരി കവിതയുടെ കണ്ണാടി വെച്ച കാഴ്ച കൊണ്ട് വായിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ആ ഒരു 3 കാര്യങ്ങളാണ്. 1, ദർ ഇസ് നോ ഫിയർ. 2, ദർ ഇസ് നോ സെപ്പറേഷൻ. 3, ദർ ഈസ് നോ സെഗ്രിഗേഷൻ. എല്ലാ അതിരുകളെയും മാഞ്ഞു പോകുന്ന അവിടെ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ സ്നാനം ചെയ്യപ്പെട്ട് നിർമ്മലരായ മനുഷ്യർക്ക് വേണ്ടിയും ഈശ്വരന് വേണ്ടിയും പുതിയ ഗാനങ്ങൾ പാടാൻ നിശ്ചയമായും പറ്റിയെന്നിരിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ ഒരു 2 വരി ഒരു ഭജൻ കണക്കോ പ്രാർത്ഥനാ ഗീതമൊക്കെ ആയിട്ട് ഒന്ന് ചിലപ്പോഴെങ്കിലും പാടാറുണ്ട്. സഹോദരനായ ജെയ്റ്റ് സജ്ജനത് വെറുതെ നമുക്ക് വേണ്ടി ഒന്ന് പാടിത്തരും. ഓണമൊക്കെയാണ് വരുന്നത്. ഓണമൊക്കെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സങ്കല്പങ്ങളുടെ പേരാണ്. ഇങ്ങനെ മനുഷ്യൻ ഒറ്റയാകുന്നതും ഭംഗിയാകുന്നതും കുലീനമാകുന്ന ഒരു കാലമൊക്കെയാണല്ലോ ഓണമൊക്കെ. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് വെറുതെ ഞങ്ങളുടെ സഹോദരനോടൊപ്പം ആ 2 വരികൾ ഒന്ന് പ്രാർത്ഥനാപൂർവ്വം കേൾക്കാം. താങ്ക് യു. പുണ്യപുരിയിൽ കടലില്ല, കരൾ പിളർക്കും തിരയില്ല. പുണ്യപുരിയിൽ കടലില്ല, കരൾ പിളർക്കും തിരയില്ല. അവിടെ വഞ്ചിയിൽ അവിടുന്ന് ഉറങ്ങുന്നില്ല. പുണ്യപുരിയിൽ കടലില്ല, അവിടെ വഞ്ചിയിൽ അവിടുന്ന് ഉറങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. പുണ്യപുരിയിൽ കടലില്ല, കരൾ പിളർക്കും തിരയില്ല.